നമസ്കാരം. പണ്ട് ഡൽഹിയിൽ അണ്ണ ഹസാരെ സമരം നടത്തിയത് ഓർക്കുന്നുണ്ടോ? അന്ന് ബാബ രാംദേവ് ചുരിദാറിട്ട് പെൺവേഷം കെട്ടി വന്നിട്ട് പിന്നെ മുങ്ങിയതും ഓർക്കുന്നുണ്ടോ? അതുപോലെ ഒരു സംഭവമാണ് ഇപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ സംവരണം എന്ന ചുരിദാർ ഇടിപ്പിച്ച് മണ്ഡല പുനർനിർണയം നടത്തി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സീറ്റ് കൂട്ടി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സീറ്റ് കുറച്ച് അധികാരത്തിൽ തുടരുക. പക്ഷേ സംഗതി ഒത്തില്ല. യഥാർത്ഥത്തിൽ ഇത് വനിതാ സംവരണ ബില്ലല്ല, പുരുഷ സംവരണ ബില്ലാണ്. അതാണ് തമാശ. 2023 സെപ്റ്റംബർ 23 എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി ഐകകണ്ഠ്യേന പാസാക്കിയതാണ് ലോക്സഭയിലും നിയമസഭയിലേക്കുമുള്ള വനിതാ സംവരണ ബില്ല്. 2 വർഷമായിട്ടും ആ നിയമം നോട്ടിഫൈ ചെയ്തിരുന്നില്ല. 2 ദിവസം മുമ്പാണ് അത് നോട്ടിഫൈ ചെയ്തത്. അല്ലായിരുന്നെങ്കിൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 46 സീറ്റുകളിൽ വനിതാ സംവരണം ഉണ്ടായിരുന്നേനെ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഒരു സീറ്റിനായി ആണധികാരത്തിന്റെ കാൽക്കൽ വീണ് യാചിക്കുന്ന സ്ത്രീകൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ടാകുമായിരുന്നില്ല. വനിതാ സംവരണം ഇപ്പോൾ നടപ്പാക്കിയാൽ ലോക്സഭയിൽ 543 സീറ്റിൽ 181 സീറ്റ് സ്ത്രീകൾക്കും ബാക്കി 362 സീറ്റ് പുരുഷന്മാർക്കുമായി ചുരുങ്ങും. ഇന്ന് 469 പുരുഷ എംപിമാരുണ്ട്. അവരിൽ പലരുടെയും രാഷ്ട്രീയ ഭാവി തീർന്നുപോകും. അതിനെ മറികടക്കാൻ കണ്ട മാർഗമാണ് പാർലമെന്റിൽ 850 സീറ്റുകൾ ഉണ്ടാക്കുക എന്നത്. അങ്ങനെ വന്നാൽ 570 സീറ്റുകൾ പുരുഷന്മാർക്ക് കിട്ടും. അതായത് നിലവിലുള്ളതിനേക്കാൾ 100 സീറ്റ് കൂടുതൽ പുരുഷന്മാർക്ക് കിട്ടും. എങ്ങനെയുണ്ട് മോദിജിയുടെ ബുദ്ധി? ഇനി പറയുന്നത് ജനസംഖ്യാ അനുപാതത്തിൽ എംപിമാരുടെ എണ്ണം വേണമെന്നാണ്. ഒരു തെറ്റുമില്ല. പക്ഷെ അതിലുമുണ്ട് മോദിജിയുടെ വക ഉടായ്പ്. ഈ 850 സീറ്റുകളിൽ 815 എണ്ണം സംസ്ഥാനങ്ങൾക്കും ബാക്കി 35 എണ്ണം 9 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമാണ്. ഈ 35ന്റെ കണക്ക് എവിടുന്ന് വന്നു? ഇപ്പോൾ എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കൂടി 19 സീറ്റാണുള്ളത്. ജനസംഖ്യ അനുസരിച്ചാണെങ്കിൽ 23 സീറ്റേ പാടുള്ളൂ. ഇന്ന് പക്ഷെ 3.5% സീറ്റുകളുണ്ട്. ആ കണക്കിലാണെങ്കിൽ 29 സീറ്റേ പാടുള്ളൂ. അപ്പൊ പിന്നെ ഈ 35ന്റെ കണക്ക് എവിടുന്ന് വന്നു? മോദിജിയുടെ ബുദ്ധിയെ നിങ്ങൾ വീണ്ടും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. 9 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 7 എണ്ണവും ജനസംഖ്യ വളരെ കുറഞ്ഞ സ്ഥലങ്ങളാണ്. അതുകൊണ്ട് അവർക്ക് ഇന്നത്തെ ഒരു സീറ്റ് മാത്രമേ കിട്ടൂ. ഇനിയാണ് കളിയിലെ കാര്യം. ബാക്കിയുള്ള 2 എണ്ണം ഡൽഹിയും ജമ്മു കാശ്മീരുമാണ്. അപ്പോൾ ബാക്കിയുള്ള 28 സീറ്റ് ഡൽഹിയും കാശ്മീരുമായി വീതിക്കുമ്പോൾ ഡൽഹിയുടെ ഇന്നത്തെ 7 സീറ്റ് 2.5 ഇരട്ടി കൂടി 17 ആകും. ജമ്മു കാശ്മീരിന്റെ 5 സീറ്റ് 11 ആകും. ഡൽഹി കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും BJP തൂത്തുവാരിയ സ്ഥലമാണ്. അവിടെ 17 BJPക്ക് കിട്ടിയാൽ പുളിക്കുമോ? ജനസംഖ്യ കണക്കനുസരിച്ചാണ് എങ്കിൽ 12 സീറ്റാണ് വേണ്ടത്. പക്ഷെ ഡൽഹിക്ക് മാത്രം 17 കിട്ടും. ഇതുപോലെ ഡീലിമിറ്റേഷൻ നടത്തുമ്പോൾ ആ കാഞ്ഞ ബുദ്ധി ഉപയോഗിച്ചാൽ ഇപ്പോൾ കാശ്മീരിലെ 2 സീറ്റ് BJPക്ക് വേണമെങ്കിൽ 6 ആക്കാം. അപ്പോൾ ജനസംഖ്യാ അനുപാതത്തിലല്ല വീതം വെക്കാൻ ഉദ്ദേശിച്ചത് എന്ന് പകൽ പോലെ വ്യക്തമല്ലേ? 2011 സെൻസസ് പ്രകാരം ഡൽഹിയുടെ കൃത്യം 2 ഇരട്ടി ജനസംഖ്യയുണ്ട് കേരളത്തിൽ. അങ്ങനെയാണെങ്കിൽ കേരളത്തിന് 34 സീറ്റ് കിട്ടണം. പക്ഷെ പുതിയ കണക്കിൽ 23 സീറ്റേ ഉള്ളൂ. എങ്ങനെയുണ്ട് മോദിജിയുടെ ബുദ്ധി? 1971 സെൻസസ് പ്രകാരമാണ് ഇന്നത്തെ സീറ്റുകൾ നിർണയിച്ചിരിക്കുന്നത്. അന്ന് കേരളത്തിൽ 2,10,00,000 ജനസംഖ്യ. അതുകൊണ്ട് കേരളത്തിന് 20 സീറ്റ്. കർണാടകത്തിൽ 2,92,00,000, അതുകൊണ്ട് 28 സീറ്റ്. തമിഴ്നാട്ടിൽ 4,11,00,000, അതുകൊണ്ട് 39 സീറ്റ്. അന്ന് പക്ഷേ ഉത്തർപ്രദേശിൽ 8.8 കോടിയും ബീഹാറിൽ 5.6 കോടിയുമായിരുന്നു ജനസംഖ്യ. ഇന്ന് പക്ഷെ അത് 3 ഇരട്ടിയായി. ഉത്തർപ്രദേശും ഉത്തരാഖണ്ഡും കൂടി ചേർത്താൽ ഇന്ന് 26 കോടി പേരുണ്ട്. ബീഹാറും ജാർഖണ്ഡും ചേർത്താൽ 17.5 കോടിയുണ്ട്. അവിടെ ജനസംഖ്യ 3 ഇരട്ടിയായപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും ജനസംഖ്യ കുറഞ്ഞു. ബാംഗ്ലൂരിലെ പ്രവാസികളെ ഒഴിച്ചു നിർത്തിയാൽ കർണാടകയിലും ഇതേ സ്ഥിതി തന്നെയാണ്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ജനസംഖ്യാ നിയന്ത്രണ പരിപാടികൾ കൃത്യമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾക്കുള്ള ശിക്ഷയല്ലേ സത്യം പറഞ്ഞാൽ മോദി കൊണ്ടുവന്ന ഈ ഉഡായിപ്പ് ബില്ല്? 2029 ഇലക്ഷൻ ജയിക്കാനുള്ള ഒരു അടവ് മാത്രമല്ലേ ഇത്? അല്ലെങ്കിൽ എന്തിനാണ് ഡൽഹിക്ക് കൂടുതൽ സീറ്റ്? ഇന്നത്തെ 543 എംപിമാരിൽ എത്ര പേർക്ക് പാർലമെന്റിൽ സംസാരിക്കാൻ സമയം കിട്ടുന്നുണ്ട്? എന്തിന് പ്രധാനമന്ത്രി എത്ര ദിവസം പാർലമെന്റിൽ വരുന്നുണ്ട്? ഈ 543 നേരെ 850 ആക്കിയാൽ ആർക്കെങ്കിലും സംസാരിക്കാൻ സമയം കിട്ടുമോ? ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനാണ് പാർലമെന്റ് എങ്കിൽ അവിടെ ഉള്ളവർക്ക് സംസാരിക്കാൻ കൂടുതൽ സമയം കൊടുക്കുകയല്ലേ വേണ്ടത്? അതോ കൂടുതൽ ആളുകളെ കൊണ്ട് നിറയ്ക്കുകയാണോ വേണ്ടത്? നിങ്ങൾ ചിന്തിക്കൂ. ഈ ബില്ലിനെ തോൽപ്പിക്കാൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിക്കണം. ഇല്ലെങ്കിൽ വിഷമിച്ചിട്ട് കാര്യമില്ല. എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം. നന്ദി. ജയ് ഹിന്ദ്.